തീർച്ചയായും ഒരാളെയല്ലേ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും പരിഗണിച്ചായിരിക്കും എൻ്റെ പേരിലേക്ക് എത്തിയതെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരോടും നന്ദിയുണ്ട്. കൊച്ചിയുടെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് തിരഞ്ഞെടുത്ത VK മിനിമോൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കെല്ലാം ശേഷം, ഒപ്പം തന്നെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കെല്ലാം ശേഷമാണ് VK മിനിമോൾ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. മേയർ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ദീപ്തി മേരി വർഗീസ് ഇപ്പോഴും തൻ്റെ അതൃപ്തി പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മിനിമോൾ നമുക്ക് ഒപ്പം ചേരുന്നത്. VK മിനിമോൾ, ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല എന്നൊരു തോന്നലുണ്ടോ? ഇതൊക്കെ നേതൃത്വം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം എറണാകുളത്ത് വലിയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും ഒരാളെയല്ലേ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും പരിഗണിച്ചായിരിക്കും എൻ്റെ പേരിലേക്ക് എത്തിയതെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരോടും നന്ദിയുണ്ട്. മിനിമോൾ, ഈ നഗരത്തിൻ്റെ അധിപയായി വരുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ് മനസ്സിലുള്ളത്? കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ നഗരത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ട്. അത് നേതൃത്വവുമായിട്ടൊക്കെ ആലോചിച്ച് കൊച്ചിക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടാവും. UDFൻ്റെ ഒരു മാനിഫെസ്റ്റോ അനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് അത്തരമൊരു പ്രൊജക്റ്റ് കൊച്ചിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന 5 വർഷക്കാലം എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റവും വലുതായിട്ട് ഞങ്ങൾ ഒരു UDFൻ്റെ നയമെന്ന് പറയുന്നത് കരുതലും സ്നേഹവും വികസനവും ഒക്കെയാണ്. വികസന പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളും കരുതലും സ്നേഹവും ഒക്കെ ആകുമ്പോഴാണ് അത് കോൺഗ്രസിൻ്റെ നയമാവുള്ളൂ, UDFൻ്റെ നയമാവുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലൊരു പ്രവർത്തനമായിരിക്കും ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവും. മുൻകാലങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ ഭരണസമിതി കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അത്തരം ഒരു പ്രശ്നം വന്ന് ഈ ഭരണസമിതിയുടെ ഒരു ഗ്ലാമർ പോകുമെന്നൊരു ആശങ്ക ചെറുതായിട്ടെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരിക്കലുമില്ല. കാരണം കൊച്ചിയിലെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം 47 സീറ്റാണ്. 42 കോൺഗ്രസ് തന്നെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടുണ്ട്. അത് UDF ചേരുമ്പോൾ 47ഓളം സീറ്റുകൾ നമുക്ക് ഉള്ളതാണ്. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പകിട്ട് കെടുത്തുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ടീം UDF ഒറ്റക്കെട്ടായി പോകും. പ്രത്യേകിച്ച് 3 മാസങ്ങൾക്ക് ശേഷം വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. ഇതൊരു സെമി ഫൈനലാണെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സെമി ഫൈനലിൽ കൃത്യമായി ഞങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ ടീം UDF വിജയിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു പരിപാടിയും ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഈ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടാണ് M. അനിൽകുമാർ മേയർ പദവിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അത് കഴിഞ്ഞോ? ബ്രഹ്മപുരത്ത് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? 2015 കൊച്ചി നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ആളാണ് ഞാൻ. എനിക്ക് ബ്രഹ്മപുരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ആ രീതിയിലാണ് അന്ന് 5 വർഷക്കാലം മുന്നോട്ട് പോയത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പ്ലാന്റിൻ്റെ പണി വിവിധ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയത് കൊണ്ടാണ് ഇത്തരമൊരു ഘട്ടത്തിലേക്ക് ബ്രഹ്മപുരം എത്തിച്ചേരാൻ ഇടയായത്. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ BPCLൻ്റെയൊക്കെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ CBG പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കമ്മീഷൻ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അതിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത് അതിനൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബ്രഹ്മപുരത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു വശം വേറെ ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് UDFൻ്റെ ഭാഗത്തുനിന്ന് ഒരു കറക്റ്റായിട്ടുള്ളൊരു പിക്ചർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങുന്നതായിരിക്കും. ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഏജൻസി, ഒന്ന് GCDA, 2 ഇപ്പോൾ മെട്രോപൊളിറ്റൻ സമിതി. ഈ മെട്രോപൊളിറ്റൻ സമിതിയായിട്ടും അതുപോലെ തന്നെ ഈ GCDA ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ്റെ ഒരു സിങ്ക്, അതെങ്ങനെ വേണമെന്നതിനെ കുറിച്ച് വല്ല കാഴ്ചപ്പാടുണ്ടോ? അതായത് കൊച്ചി നഗരം വളരുകയാണ്. കൊച്ചി നേരത്തെ ഒരു ചെറിയ പ്രദേശമായിരുന്നെങ്കിൽ ഇപ്പോൾ സമീപ പ്രദേശങ്ങൾക്കുള്ളൊരു അഗ്ലോമറേഷൻ ഏരിയ ഉണ്ട് കൊച്ചിക്ക്. ആ അഗ്ലോമറേഷൻ ഏരിയയ്ക്ക് അപ്പുറത്തേക്കാണ് ഇപ്പോൾ മെട്രോപൊളിറ്റൻ കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇത് നഗരം വളരുമ്പോൾ നഗരത്തിൻ്റെ നടുക്ക് മാത്രം അല്ലെങ്കിൽ ഒരു മേജർ സിറ്റി മാത്രം വളർന്നിട്ട് കാര്യമില്ല. സമീപ പ്രദേശങ്ങളും കൂടി വളരുമ്പോഴാണ്
അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നഗരവാസികൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ GCDയും മെട്രോപൊളിറ്റൻ സിറ്റിയും അതുമാത്രമല്ല അടുത്തുള്ള നഗരസഭകളും ഒക്കെ ആയിട്ട് ഒരു കോർഡിനേഷനായിരിക്കും കൊച്ചി നഗരസഭയുടെ ഭരണത്തിലുണ്ടാവുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഇവിടെ നടന്ന ചർച്ചയിലൊന്നും ആ ഒരു പദവി വന്നില്ല. സത്യത്തിൽ താങ്കളുടെ പാർട്ടിയിലെ ഒരു സീനിയോറിറ്റി എത്രത്തോളം ഈ ഒരു പദവിയിലേക്ക് എത്താൻ സഹായിച്ചു? തീർച്ചയായും ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ രാഷ്ട്രീയത്തിലുള്ള പദവികൾ തുടങ്ങുന്നത്. അപ്പോൾ അത് 2008-09 കാലഘട്ടത്തിലാണ്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ആദ്യ എലക്റ്റഡ് കമ്മിറ്റി വന്നപ്പോൾ അതിൽ ഡെലിഗേറ്റായിട്ട് വിജയിച്ച് വന്ന ഒരാളാണ്. അത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്. അതിനുശേഷമാണ് മഹിളാ കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡൻ്റ് ആവുന്നത്. അത് ലാലി ജോഫിൻ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്താണ്. അതിനുശേഷം ആശാ സനൽ ജില്ലാ പ്രസിഡൻ്റ് ആയപ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറി ആയി. ലതിക ചേച്ചി സംസ്ഥാന പ്രസിഡൻ്റായി വന്ന സമയത്താണ് ഞാൻ ജില്ലാ പ്രസിഡൻ്റ്, എറണാകുളം ജില്ലയുടെ മഹിളാ കോൺഗ്രസ് പ്രസിഡൻ്റായത്. അതിനുശേഷം ഇപ്പോൾ അഡ്വക്കേറ്റ് ജെബി മേത്തർ പ്രസിഡൻ്റായി വന്ന സമയത്ത് സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷയായി. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞങ്ങളൊരു ടീമായിട്ട് നിന്നിട്ടാണ് ഈ മഹിളാ കോൺഗ്രസിൻ്റെ ആ ശക്തമായ പ്രവർത്തനം, അത് നമ്മുടെ ഈ ഇലക്ഷന് വളരെയധികം കോൺഗ്രസ് പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പെട്ടെന്നൊരു ദിവസം കടന്നു വന്നിട്ടുള്ള ഒരാളല്ല. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ കടന്നു വന്നുകൊണ്ട് ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷ എന്ന രീതിയിൽ വളരെ ശക്തമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പാർട്ടിയുടെ എല്ലാവിധ അച്ചടക്കങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സൈലൻ്റായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ എല്ലാവരുടെയും, സൈലൻ്റ് അല്ല, നിങ്ങൾക്കറിയാം, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഉപാധ്യക്ഷ എന്ന രീതിയിൽ എല്ലാ സമരമുഖങ്ങളിലും ഞങ്ങൾ വളരെ ശക്തമായിട്ട് നിന്നിട്ടുണ്ട്. ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഏകദേശം ഒരു 38ഓളം കേസുകൾ തന്നെ എനിക്കെതിരെ വിവിധ കോടതികൾ, ഇപ്പോൾ അഡ്വക്കേറ്റ് സിയാദാണ് കേസൊക്കെ നോക്കുന്നത്. ആ 38ഓളം കേസുകൾ ഇപ്പോൾ നിലവിൽ എനിക്കെതിരെ ഉണ്ട്. കുറേ കേസുകൾ ഫൈനടച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ മാത്രമല്ല സമരമുഖത്തും കോൺഗ്രസിൻ്റെ ഒരു പോരാളി തന്നെയായിട്ടാണ് നിന്നിട്ടുള്ളത്. അതും എൻ്റെ പേര് കൺസിഡർ ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും. പ്രതിപക്ഷ നേതാവ് VD സതീഷിൻ്റെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും ശക്തമായ പിന്തുണയാണ് VK മിനിമോളുടെ ഏറ്റവും വലിയ മൂലധനം. കൊച്ചി നഗരത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് അവർ ഭരണം നിർവഹിക്കുമ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട പിന്തുണയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ മനോജിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1.